نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا أو كفورا. സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് വിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം റമദാൻ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് മനുഷ്യർക്കൊക്കെ നന്നാവാൻ കഴിയുമെന്നതാണ്. ഒരു മാസക്കാലം പരിശീലനത്തിലൂടെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിലൂടെ അവന്റെ കൽപ്പന പ്രകാരം അവന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, മാറ്റം വരുത്താൻ സാധിക്കും. ആ വരുത്തിയ മാറ്റങ്ങൾ നിലനിർത്താൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റമദാനിൽ വളരെ സജീവമായിരുന്നു. ആരാധനകളും കർമ്മങ്ങളും ഒരുപാട് സൂക്ഷ്മതകളും ഒക്കെ. ഇതൊക്കെ നിലനിർത്തുക എന്നതാണ്. അതല്ലാതെ റമദാൻ കഴിഞ്ഞതോടുകൂടി പഴയ ഒരു അലസതയിലേക്കുള്ള തിരിച്ചുപോക്കല്ല എന്ന ഒരു ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അതിന് വേണ്ടത് ഉറച്ച ഒരു തീരുമാനമാണ്. ഉറച്ച ഒരു തീരുമാനമുണ്ടാകുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു ഖൗമ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ഖൗമിനെ, ഒരു സമൂഹത്തെ അല്ലാഹു അന്ന് മാറ്റുകയല്ല, അവര് സ്വയം മാറാൻ തയ്യാറാകുമ്പോഴാണ്. ഇവിടെ രണ്ടു പദങ്ങളാണ് ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നഫ്സ് എന്നാണ്, രണ്ടാമത്തത് ഖൗം എന്നതാണ്. വ്യക്തികൾ മാറുമ്പോഴാണ് സമൂഹം മാറുന്നത്.
വ്യക്തികളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ആ മാറ്റമാണ് നമ്മളൊക്കെ നേടിയെടുത്തത്. ഏതൊരു മനുഷ്യനും മാറാൻ സാധിക്കുമെന്നത് സത്യമാണ്. കാട്ടിലുള്ള മൃഗങ്ങൾ പോലും പരിശീലനത്തിലൂടെ മനുഷ്യരെക്കാൾ മനുഷ്യരുമായി ഇണങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നമൽ ഹിൽമ, വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഇന്നമൽ ഇൽമ്, ഇൽമ് എന്ന് പറയുന്നത് ബിത്തഅല്ലും, പഠനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ഒരാൾ എനിക്ക് അറിവ് വേണമെന്ന് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, അയാൾ പഠിക്കണം. അതുപോലെ വിവേകം എന്നൊക്കെ പറയുന്നത് അത് ആ തഹല്ലും, അവൻ ക്ഷമ അവലംബിച്ച് അതിലൂടെ അവൻ നേടിയെടുക്കുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഖൈർ വേണമെന്ന് അയാൾ താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് ഖൈർ കിട്ടുന്നു. ഒരാൾ ശർറില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഈ വക്തം അയാൾക്ക് ആ ശർറിൽ നിന്ന് ഒഴിവ്. ഇത് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും. എനിക്ക് ഖൈർ കിട്ടണമേ എന്ന ചിന്തയും ഖൈർ കിട്ടണമേ എന്ന പ്രാർത്ഥനയും ഉണ്ടാക്കുമ്പോഴാണ് അല്ലാഹു ഖൈർ നൽകുന്നത്. എന്നെ ശർറിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് ചിന്തയും പ്രാർത്ഥനയുമാണ് നമ്മെ അല്ലാഹു ശർറിൽ നിന്ന് ഒഴിവാക്കി തരുന്നത്. അതുകൊണ്ടാണ് പല പ്രാർത്ഥനകളും പഠിപ്പിച്ചെടുത്ത് അല്ലാഹു എനിക്ക് പുറത്തു തരണം, എന്നെ ശർറിൽ നിന്ന് മാറ്റി തരണം, എനിക്ക് വിവേകം തരണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ സാഹചര്യം നന്നാക്കിയെടുക്കണം. സാഹചര്യങ്ങൾ നന്നാക്കിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ തെറ്റിലേക്ക് പോകും, മനുഷ്യൻ പിഴച്ചു പോകും. ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ത്വാലിബ് ഒരു നല്ല മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട സംരക്ഷണങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒരു വിശ്വാസം ചെയ്യുന്ന ഒരുപാട് നന്മകളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയം അടുത്ത സന്ദർഭത്തിൽ പോലും പറഞ്ഞു, നിങ്ങളൊന്ന് കലിമ ചൊല്ല്, നിങ്ങളൊന്നിൽ വിശ്വസിക്ക്. പക്ഷേ അബൂ താലിബിനെ വിശ്വസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം, അദ്ദേഹത്തിന്റെ അനുയായികൾ അബൂജഹൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് അബൂ താലിബ്, നിങ്ങൾ ഈ മുഹമ്മദിനെ കീഴൊതുക്കുകയാണ്? ഇപ്പൊ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞു നോക്കി. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. മുഹമ്മദ്, നീ ഉദ്ദേശിക്കുന്ന ആളുകളെ ഒന്നും, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഒന്നും നിനക്ക് സന്മാർഗത്തിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞു, ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കണം. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഖുർആൻ പറയുന്നു, പറയാൻ സാധിക്കണം. നമ്മളൊരു ആൾക്കൂട്ടത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കും. എനിക്ക് എന്റെ ജോലിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സലാമൻ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോരാൻ കഴിയണമെന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബന്ധങ്ങൾ നന്നാക്കുക, നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഈമാനിന്റെ മാധുര്യം നിങ്ങൾക്ക് തരും. മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, മൂന്ന് വിഭാഗം ആളുകളിൽ അവരിൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, അവരിൽ നിനക്ക് ഈമാനിന്റെ മാധുര്യം കാണാം.
അതിന്റെ രുചി അവർക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കണം? അള്ളയായിരിക്കണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവായിരിക്കുക. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവന് നന്മകൾ നിലനിർത്താൻ സാധിക്കുക. നമ്മളൊരു കാര്യം വെറുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു സുഹൃത്തിന് വേണ്ടിയല്ല. ഒരു സുഹൃത്ത് തിന്മയായ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ, അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാണോ? ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നു, എന്റെ മതം എന്നോട് പറഞ്ഞതാണോ അത്, അല്ല എന്റെ വിശ്വാസത്തിന് എതിരാണോ അത്? എങ്കിൽ അതിൽ നിന്ന് മാറി അള്ളാഹ് ഇഷ്ടപ്പെട്ടതിലേക്ക് പോകാൻ സാധിക്കണം. അള്ളാഹ് വെറുക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു വല്ലാത്ത അവസ്ഥ വരുന്ന ഒരു സമയമുണ്ട് അന്ത്യദിനത്തിൽ. അന്ന് നിങ്ങളുടെ വിരലുകൾ കടിക്കും. മനുഷ്യന്മാരൊക്കെ വിരല് കടിക്കും. പക്ഷെ അന്ന് അവൻ ആ പറഞ്ഞ കാര്യം ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ ഈമാനിന്റെ മാധുര്യം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, ഇത് നമ്മളുടെ ജീവിതമായി മാറുമ്പോൾ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കും. പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, യുവാക്കൾ ശ്രദ്ധിക്കേണ്ടത്, സമൂഹം മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുജാഹദത്ത് എന്ന് പറയുന്നത്. പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നത്. ആ കരുത്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം. നമുക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരുപാട് കൂട്ടുകൂടലുകൾ ഉണ്ടാകുമ്പോൾ, ഒരു സമൂഹം ഒന്നിച്ചു കൂടുന്നു, കുട്ടികൾ ഒന്നിച്ചു കൂടുമ്പോൾ, യുവാക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു സംഘമായി ഒരു ടൂർ പോവുകയാണെങ്കിൽ, ഒരു യാത്ര പോവുകയാണെങ്കിൽ, അവിടെ എത്തുമ്പോൾ സാഹചര്യം മാറുകയാണ്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, അത് ഖുർആൻ പറഞ്ഞല്ലോ. ആ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു, അള്ളാഹ് നിങ്ങൾക്ക് ഉദാഹരിച്ചു തരുന്നത് ഒരു ഉദാഹരണമുണ്ട്. നല്ല ഒരു വാക്ക്. ഏതാ നല്ല വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന ഒരു വാക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങ് ഉറയ്ക്കുമ്പോൾ ആ കരുത്ത് ഒരു നല്ല മരം പോലെയാണ്. അതിന്റെ വേര് ഭൂമിയിൽ അങ്ങ് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കൂട്ടുകൂടിയപ്പോ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മദ്യപിക്കുമ്പോ എനിക്കിത് ഹറാമാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. കാരണം ഖുർആൻ പറയുന്നത് അവന്റെ വേരുണ്ടല്ലോ, അസ്ലുണ്ടല്ലോ, അതെവിടെ ഇളകുന്നതല്ല. നാട്ടിലല്ല, ഞാനൊരു ടൂർ പോയതാണ്, ആരും കാണുന്നില്ല, കൂട്ടുകാരൊക്കെ എങ്ങനെ മദ്യപിക്കുകയാണ്. ഖുർആൻ പറയുന്നു, അള്ളാഹു ഉദാഹരിക്കുന്ന ഉദാഹരണം, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അസ്ല് സാബിത്താണ്. അടിയോടെ ഒരു കാറ്റ് വന്നാൽ ഇളകിപ്പോകുന്നതല്ല. ആളുകളെല്ലാം കൂടി പിടിച്ചു കൊടുക്കുമ്പോ ഒരു പപ്പെടുക്കട, ഒന്ന് കുടിക്ക്, കുറച്ചല്ലേ, ഇന്നൊരു ദിവസല്ലേ എന്നൊക്കെ പറയുമ്പോഴും എന്റെ അസ്ൽ സാബിത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന എന്റെ അസ്ലുണ്ടല്ലോ, അത് സാബിത്താണ്. അതൊരു വലിയ കാറ്റടിച്ചാൽ ഇളകി വീഴുന്നതല്ല. ഖുർആൻ നമുക്ക് ഉദാഹരിച്ചു തരുന്ന ഉദാഹരണം നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കാം. റസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ലാ തകൂനു
നിങ്ങൾ ഈ കൂടെ കൂടികളാവില്ല. അതൊരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചല്ല. നമ്മൾ പറയും റമദാനിലൊക്കെ ക്ലിയർ ആയിരുന്നു, കൃത്യമായി എല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൂടെ എന്താ ഈ കൂടെ കൂടികൾ എന്ന് പറഞ്ഞാൽ ഇതാ ജനങ്ങളൊക്കെ ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ ഞാനും ഇങ്ങനെ നന്മ ചെയ്യും. വൈകാ വലമ്പോ ജനങ്ങളൊക്കെ അക്രമം ചെയ്യുമ്പോൾ ഞാനും അക്രമം ചെയ്യും. അതല്ല ഒരു വിശ്വാസം. ജനങ്ങൾ നന്മ ചെയ്താലും ജനങ്ങൾ തിന്മ ചെയ്താലും ഒരു വിശ്വാസി എപ്പോഴും നന്മയിൽ അങ്ങനെ നിൽക്കുന്നവനായി. മാന്യത കൈവിടാൻ പാടില്ല. ഒരു മാന്യതയുണ്ട്. ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന്റേതായ മാന്യതയുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുക, അത് നമ്മളുടെ ഒരു ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി നമ്മൾ ഏത് ഈച്ചയെ പോലെ ആവാതിരിക്കുക. ഈച്ച എല്ലാ സ്ഥലത്തും പോയിരിക്കും. നല്ല മധുരമുള്ളിടത്തും ചീഞ്ഞ അലിഞ്ഞിടത്തും പോയിരിക്കും. അതുപോലെ ആകാൻ പാടില്ല. റസൂൽ പറഞ്ഞു, അല്ലാഹു ഇന്നല്ലാഹ കരീമുൻ, അല്ലാഹു മാന്യനാണ്. യുഹിബ്ബുൽ കറമ, അവൻ മാന്യതയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മളുടെ ഹിമ്മത്ത്, നമ്മളുടെ നിലവാരം, ഇതൊക്കെ നമ്മൾ എപ്പോഴും, ഇത് നോമ്പിന് മാത്രമല്ല, എല്ലാ കാലത്തും ആ നോമ്പിലൂടെ നമ്മൾ നേടിയിട്ടുള്ളത്, അത് ജീവിതത്തിൽ മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക്, മുഅ്മിൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ മാന്യത, നമ്മുടെ പവിത്രത, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ള വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസികളുമായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടുന്ന പോലെ ഉപദേശിക്കുകയാണ്. പറഞ്ഞു, മനുഷ്യരെ നിങ്ങളൊക്കെ മരിക്കുമ്പോൾ ആ മരണശേഷം നിങ്ങൾക്ക് ബാക്കിയാവുന്ന ഒരു സംഗതിയാണ് സദഖത്തുൻ ജാരിയ. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള സദഖ, അതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. അത് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ വിശ്വാസവും അവന്റെ ആദർശവുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇന്നലെയും മെനിയാന്നുമൊക്കെയായി 2025 വഖഫ് ഭേദഗതി ഒരുപക്ഷെ ഇന്നോ നാളെയോ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി ആ ഭേദഗതി അംഗീകരിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കിണർ വാങ്ങുകയും ബിക്ർ റൂമ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു കിണർ വാങ്ങി അത് വഖഫ് ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വഖഫ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലും ലോകത്ത് മുഴുവനും നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും പള്ളികളും കിണറുകളും അനാഥാലയങ്ങളും സ്വത്തങ്ങളും ഇങ്ങനെ ഒരുപാട് വഖഫ് സ്വത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് വഖഫ് ചെയ്ത വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്ത് കിട്ടുന്ന ഗുണമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മനുഷ്യരെ, നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിയർപ്പൊഴുക്കി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന സദഖ, അത് നിങ്ങൾ മരിച്ചതിന് ശേഷവും ആളുകൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഖബറിൽ
നിങ്ങളുടെ പരലോകത്ത് നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഇതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ഇതിനെ ദുഷ്കലാക്കോടുകൂടി കാണുകയും അതിന്റെ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോ കുറച്ചു കാലമായി നമ്മളുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്കാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ നടന്നു. പ്രധാനമായ ഭേദഗതികൾ വരുത്തുകയും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അത് മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ ഹിന്ദുക്കൾക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, സിഖുകാർക്കുണ്ട്. അവർക്ക് അവരുടേതായ ദേവസ്വം ബോർഡുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുക്കളാണ്. സിഖുകാരുടേത് അവര് തന്നെയാണ്. ക്രിസ്ത്യാനികളുടെയും ബോർഡുകളിൽ അവര് തന്നെയാണ്. ഇവിടെയാണ് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിൽ ഭേദഗതിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കൂടി വഖഫ് ബോർഡിൽ അതിന്റെ സിഒ മെമ്പർമാരായി മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഇത് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രമാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപരവൽക്കരിക്കപ്പെടുന്ന ഫാസിസത്തിന്റെ പുതിയ തന്ത്രവും ഹിറ്റ്ലറുടെ കണ്ണുമായി കൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ വരുന്നു എന്നത് ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. രണ്ടാമതായി വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടിരുന്നത് വഖഫ് ബോർഡിനായിരുന്നു അതിന്റെ അധികാരം. ആ അധികാരവും എടുത്തു മാറ്റുകയാണ്. എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ ആ തർക്കം ഇനി പരിഹരിക്കേണ്ടത് കളക്ടറാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ആളായിരിക്കും. വഖഫ് ബോർഡിന് ആ അധികാരമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ, ഇപ്പോ ഈ പള്ളി വഖഫ് ചെയ്തതാണ് എന്ന് നമ്മൾ കരുതുക. ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചു, നന്ദിയിലെ ഈ പള്ളി തർക്കമുള്ള ഭൂമിയാണ്, ഇവിടെ ഇതിന് മുൻപ് മറ്റു പലതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ തർക്കം ഉന്നയിച്ചാൽ ആ തർക്കം ഉന്നയിച്ച് അത് പരിഹരിക്കുന്നത് വരെ ഇത് വഖഫ് സ്വത്തല്ലാതെയായി മാറുകയാണ്. അത് ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും എളുപ്പമാണ്. ബബരി മസ്ജിദ് തകർത്തത് മുതൽ ഒരുപാട് പള്ളികൾക്ക് നേരെയുള്ള കയ്യേറ്റ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നിയമം എന്തിനു കൊണ്ടുവന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വഖഫ് ബൈ യൂസർ എന്ന നിയമം എടുത്തു കളയുകയാണ്. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് രേഖാമൂലമല്ലാതെ പലരും വഖഫ് ചെയ്യാറുണ്ട്. പണ്ടൊന്നും രേഖകളില്ലാതെയാണ് വഖഫ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ ഇന്ത്യ രാജ്യത്ത്. ഒരുപാട് സമ്പത്തുള്ള മുസ്ലിങ്ങൾ പറയും, ഇതാ ഈ ഭൂമി മുഴുവനും നിങ്ങൾ ഒരു അനാഥാലയത്തിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. എന്റെ ഈ ബിൽഡിംഗ് മുഴുവനും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ വിട്ടുതന്നിരിക്കുന്നു എന്ന വാക്കാലുള്ള വഖഫ്. അതിന് രേഖകൾ ഉണ്ടാവില്ല. അത് മുസ്ലിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വഖഫ് ബൈ യൂസർ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നുള്ള നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. ആർക്കും വഖഫ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ നിയമം, വഖഫ് ചെയ്യുന്ന ആള് 5 വർഷമായി മതഭക്തനായിരിക്കണം. എന്തൊരു നിയമമാണിത്! ആരാണ് ഇവൻ മതഭക്തനാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വഖഫ് സ്വത്തിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കാനും അതിന് വിധി പറയാനും ജില്ലാ കലക്ടർമാർക്ക് അധികാരം കൊടുക്കുകയാണ്. ഇവിടെയാണ്
നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് പുതിയ നിയമങ്ങൾ വരുന്നു. അത് മറ്റ് മതവിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ മുസ്ലിങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫാസിസം അതിശക്തമാണ് എന്ന ബോധം നമ്മളുടെ മനസ്സിൽ ഉണ്ടായി. അതോടൊപ്പം നമുക്ക് സന്തോഷമുള്ള ഒരുപാട് സൂചനകളുണ്ട്. നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ രാജ്യസഭയിലും ലോകസഭയിലും മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രശ്നമാണ്. ഇത് ഫാസിസത്തിന്റെ കുതന്ത്രമാണ് എന്നത് നമ്മളെക്കാളേറെ മറ്റുള്ളവർ കൂടി മനസ്സിലാക്കുന്നു എന്നതുകൂടി നമുക്ക് സന്തോഷം നൽകുന്ന സംഗതി. കഴിഞ്ഞ 2 ദിവസങ്ങളായി ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ നടന്ന ചർച്ചകളിൽ നമ്മൾ അതൊക്കെ സാഹൂതം വീക്ഷിച്ചിട്ടുണ്ടാകും. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ടെങ്കിലും പ്രാർത്ഥനയോടുകൂടി നമ്മൾ വഖഫ് അത് നമ്മൾ നിരന്തരം നടത്തേണ്ടതാണ്. അതിന്റെ പ്രാധാന്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാക്കിയതെന്ന് നന്മക്ക് വേണ്ടി നമ്മൾ എപ്പോഴും വഖഫ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത കൂടി നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും, ഇത്തരം പ്രശ്നങ്ങളിൽ ഏത് വിധേനയുള്ള പ്രതിരോധങ്ങളായിരുന്നാലും അതിലൊക്കെ അണിചേരാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. പേടിച്ച് പിന്നോട്ട് പോകേണ്ട ഒരു സമൂഹമല്ല മുസ്ലിം സമൂഹം. അതെവിടെയായിരുന്നു, രാജ്യത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ആശങ്കകളും പേടിയും ഭയപ്പാടും വന്ന് പിന്നോട്ട് വലിയേണ്ടവരല്ല നമ്മളെ സഹായിക്കാൻ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന വാചകം അത് കേവലമായ ഒരു വാക്കുകൾ മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക, എന്നിട്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അള്ളാഹു എല്ലാവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാണ്. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അള്ളാഹു പുറത്തു മാറ്റാക്കുകയാണ്. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാണ്. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുവാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تجعلنا من القوم الظالمين. اللهم لا تجعلنا فتنة للقوم الظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.